അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ലിസാനിൽ നിന്നുള്ള കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ്. എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക. അതുപോലെ ലിസാനിൻ്റെ മറ്റ് ചോദ്യോത്തരങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലോ അതല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ മറ്റു വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ 6ാം ക്ലാസ്സിലെ ഓരോ ചാപ്റ്ററിൽ നിന്നും തിരഞ്ഞെടുത്ത ക്വിസ് ഇതുവരെ ചെയ്യാത്തവർ താഴെ ക്വിസ് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ആ ക്വിസിൻ്റെ ലിങ്കും അതിൽ കമൻറ്റ് ചെയ്യാം. 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ലിസാൻ എന്ന് പറയുന്നത് ടഫായിട്ട് തോന്നുമെങ്കിലും വളരെ സിമ്പിളാണ് ലിസാനുൽ ഖുർആൻ. നമുക്കിനി നേരെ പ്രവർത്തനത്തിലേക്ക് പോകുമ്പോൾ അതെന്താണ് കാരണം, എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ചോദ്യം എഴുതുമ്പോൾ എങ്ങനെയാണ് തിരിച്ചറിയുക, അതൊക്കെ വീഡിയോയിൽ പറയാം. കുറച്ച് വിശദമായിട്ടായിരിക്കും. ഒന്നാമത്തെ പ്രവർത്തനം നുതമ്മിമു, പൂർത്തിയാക്കാം. നമുക്ക് പൂർത്തിയാക്കാം. ഇദാ ദഖല ഹറഫു ലാ ഫി അവ്വലിൽ ഫിഅലിൽ മുളാരിഇ യകൂനു ഡാഷ്. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മതി. ആദ്യം ഇദാ ദഖല ഹറഫു ലാ, ലാ എന്ന ഹറഫ് പ്രവേശിച്ചാൽ എവിടെ? ഫി അവ്വലിൽ ഫിഅലി, ഒരു ഫിഅലിൻ്റെ ആരംഭത്തിൽ, തുടക്കത്തിൽ. ഏത് ഫിഅലാണ്? അൽ മുളാരിഇ, മുളാരിൻ്റെ തുടക്കത്തിൽ ലാ എന്നത് പ്രവേശിച്ചാൽ യകൂനു, അതാകും. എന്താകുക? ലാ പ്രവേശിച്ചാൽ അവിടെ മനസ്സിലാക്കേണ്ടത് മൗൻഫിയാവും. മൗൻഫിയാവുക. അവിടെ എന്ത് കൊടുത്താൽ മതി? മൗൻഫിയൻ എന്ന് കൊടുത്താൽ മതി. ഈ ലാ ഇല്ലാത്ത ഫിഅലുകൾക്ക് മുസ്ബത്ത് എന്നും ലാ ഉള്ള ഫിഅലുകൾക്ക് മൗൻഫി എന്നാണ് പറയാം. ഉദാഹരണത്തിന് മാളിയാണെങ്കിൽ, ഉദാഹരണമാണ് ലറബ, അത് മുസ്ബത്താണ്. ഇനി മാ ലറബ, അത് മൗൻഫിയാണ്. മാളിയാവുമ്പോൾ അതിൽ മംഫിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്ഷരമാണ് മാ. ഓക്കെ. ഇനി മുലാരി ആവുമ്പോൾ അവിടെ മാറും. ഇപ്പോൾ യളിരിബു, അടിക്കും. ഇനി അടിക്കുക ഇല്ലാതെ എങ്ങനെ പറയാം? മായളിരിബു അല്ല, ലാ യളിരിബു. മുലാരി ആവുമ്പോൾ അവിടെ മംഫിയായിട്ട് ലാ എന്നതാ കൊടുക്കുക, ലാ യളിരിബു. ഓക്കെ, ശ്രദ്ധിച്ചാൽ മതി. അടുത്തത് അദാത്തുൻ നഫീ ഫിൽ മാളി ഹറഫു ഡാഷ്. അതാ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ചോദ്യം വന്നത്. അദാത്തുൻ നഫീ, നഫിയുടെ അടയാളം, ഫിൽ മാളി, മാളിയിൽ, ഹറഫു അക്ഷരമാകുന്നു, ഡാഷ്. ഏതക്ഷരമാണ് നമ്മൾ പറഞ്ഞത്? മാളിയിൽ മംഫിയാക്കാനുള്ള അക്ഷരം മാ, ഹറഫു മാ. അവിടെ മാന്ന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അവിടെ ഹറഫു എന്നുണ്ട്. അദാത്തുൻ നഫീ ഫിൽ മാളി ഹറഫു മാ ഫി അവ്വലിൽ ഫിഅലി, അതുകൊണ്ട് വേണമെങ്കിൽ ചേർക്കട്ടോ. ഫീലിൻ്റെ തുടക്കത്തിലാണല്ലോ മാ വരിക. അപ്പോൾ ഫീലിൻ്റെ തുടക്കത്തിൽ മാ എന്ന ഹർഫ് ചേർത്ത് കൊടുത്താലാണ് ആ മാളിയായ ഫീൽ മംഫിയാവുക. ഇനി അടുത്ത പ്രവർത്തനം നക്തുബുൽ മജ്ഹൂലിൽ അഫ്ആലിൽ ആത്തിയത്തി, താഴെ തന്ന ഫീലുകളുടെ മജ്ഹൂൽ എഴുതാനാണ്. മജ്ഹൂൽ എഴുതാൻ സിമ്പിളാണ്, അതിലൊരു ഐഡിയ ഉണ്ട്. ഉദാഹരണം ഞാൻ പറയാം. അക്കല, കഴിച്ചു, ഭക്ഷിച്ചു എന്നാണ് അർത്ഥം. അതിൻ്റെ മജ്ഹൂൽ ഉക്കില. എന്ത് ചെയ്താൽ മതി അറിയോ? അവസാനത്തെ മുമ്പുള്ള അക്ഷരം ഏതാണ്? കാഫാണ് ഇവിടെ, അല്ലേ? ചിലപ്പോൾ മാളിയ ഫീല് 5 ഹറഫും 6 ഹറഫും 7 ഹറഫൊക്കെ വരും. അപ്പോൾ ഇതിൽ അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിനാണ് കെസ്ർ ചെയ്യുക മജ്ഹൂലാക്കുമ്പോൾ, മാളിയിൽ മജ്ഹൂലാക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇവിടെ അക്കല എന്ന് പറയുമ്പോൾ ആദ്യത്തെ അക്ഷരം ആ എന്നതിനെ ഊ ആക്കുക. മജ്ഹൂലാക്കുമ്പോൾ ഒന്നാമത്തെ അക്ഷരത്തിന് ലമ്മായിരിക്കും. ഇനി അവസാനത്തിന് മുമ്പുള്ള അക്ഷരം, ഇവിടെ അവസാനത്തിന് മുമ്പുള്ള അക്ഷരം കാഫാണ്, അതിന് കെസറും കൊടുക്കുക, ഊക്കീല. ഇനി ഇതുപോലെ തന്നെയാണ് എല്ലായിടത്തും ചെയ്യേണ്ടത്, മാളിയിൽ മാത്രം കേട്ടോ. മുളാരി ആകുമ്പോൾ വ്യത്യാസം വരും. നമുക്ക് നോക്കാം. യ ഉക്കുലു, ഇവിടെ മുളാരിയാണ്. അപ്പോൾ ഈ മുളാരിയിലാകുമ്പോൾ അവിടെ വ്യത്യാസം വരും. ഒന്നാമത്തെ അക്ഷരം യാ ആണ്. അവിടെ മജ്ഹൂലാക്കല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ മുളാരീനെ മജ്ഹൂലാക്കുമ്പോൾ തുടക്കത്തിലുള്ള അക്ഷരം യാ ആണ്, അതിന് ലമ്മ് ചെയ്യുക. യു കലു, കിലു എന്നുള്ളത് കലു ആക്കുക. നമ്മൾ മാളിയിൽ മജ്ഹൂലാക്കിയപ്പോൾ കിലു കെസറ കൊടുത്തത്, അല്ലേ? ഉക്കില. എന്നാൽ ഇവിടെ ഫതഹ കൊടുക്കുക. യ കുലു എന്നുള്ളിടത്ത് യു കലു കേട്ടോ, യു കലു. ഇനി അതുപോലെ കുത്തുബു, ഇവിടെ എന്ത് ചെയ്യുക? തുടക്കത്തെ അക്ഷരം ലമ്മാക്കുക, യു ക്ക്. തു എന്നുള്ളിടത്ത് താക്കുക, യുക്തബു ഉണ്ടോ? അതുപോലെ ഖാല,
ഇവിടെ മാത്രം വ്യത്യാസം വരും. ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച മാതിരി കിട്ടൂല, ഇത് പഠിക്കന്നെ വേണം. ഇവിടെ തീല എന്ന് കേട്ടോ, ആളിൻ്റെ മജ്ഹൂൽ തീല, അല്ലാതെ പൂല എന്ന് വരൂല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, കുട്ടികളൊക്കെ മാറി വരുന്നതാണ്, അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ജാ അ ഇതൊക്കെ ഒരേപോലെ വരിക. അതുപോലെ ബി അ ബ അ മദ്ദ ഇതൊക്കെ നമ്മൾ പ്രത്യേകം പഠിച്ചു വെക്കണം, അതിൻ്റെ മജ്ഹൂലും മുദാരിയും ഒക്കെ. ഇനി അടുത്തത് യബീഉ കണ്ടോ, യബീഉ ഇവിടെ എങ്ങനെ വരിക, യുബാഉ എന്ന വരിക, യുബാഉ അവിടെ അങ്ങനെ വരിക. ഇനി അതുപോലെ യഖൂലു അവിടെ അതുപോലെ തന്നെ യുഖാലു, യുഖാലു. അതുപോലെ മദ്ദ, മദ്ദൻ്റെ മുദ്ദ എന്ന് വരിക, തുടക്കത്തിൽ ലമ്മു കൊടുക്കുക, മുദ്ദ, മദ്ദ മുദ്ദ. ഇനി യമുദ്ദു അതിൻ്റെ മജ്ഹൂൽ യുമദ്ദു, യുമദ്ദു. അത് പ്രത്യേകം പഠിച്ചു വെച്ചാലേ അത് മനസ്സിൽ നിൽക്കുള്ളൂ കേട്ടോ, ആ പ്രയാസമുള്ളത് മാത്രം. അടുത്തത് തർജിം ചെയ്യാൻ. ഹലറൽ ഉസ്താദു ഫിൽ മദ്റസത്തി ഫി സാഅത്തി സാദിസത്തി. ഹലറൽ ഉസ്താദു ഫിൽ മദ്റസത്തി, ഉസ്താദ് മദ്രസയിൽ ഹാജരായി. ഫി സാഅത്തി സാദിസത്തി, 6 മണിക്ക് ഉസ്താദ് മദ്രസയിൽ ഹാജരായി. 6 മണിക്ക് ഉസ്താദ് മദ്രസയിൽ ഹാജരായി. ഓക്കെ, ഇതിൽ ഓരോ അക്ഷരങ്ങളെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് എഴുതുക, അപ്പം പിന്നെ പെട്ടെന്ന് കിട്ടും. ഇനി അടുത്ത പ്രവർത്തനം നൂസുലു ബിമ ബിൽ മുനാസിബി, യോജിച്ചത് കൊണ്ട് ചേർത്ത് കൊടുക്കാനാണ്. ഇവിടെ എങ്ങനെയാണ് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് നമുക്ക് വിശദമായിട്ട് പറയാം. ഒന്നാമത്തത് അൽ വലതു ഡാഷ് അൽ വലതു അൽ ഹയ്യത്ത. ഇവിടെ ഫായിലുണ്ട് മഫ്ഊലുണ്ട്, ഫായിലുണ്ട് മഫ്ഊലുണ്ട്. ഇനി ഇവിടെ ഫിഇലാണ് എഴുതേണ്ടത് കേട്ടോ, തുടക്കത്തിൽ ഫിഇലാണ്, ചെയ്ത പ്രവൃത്തിയാണ് എഴുതേണ്ടത്. അപ്പോൾ അവിടെ കുട്ടി, വലത് തന്നെ കുട്ടിയാണല്ലോ, ഹയ്യത്ത് തന്നെ പാമ്പ്. അപ്പോൾ പാമ്പിനെ കുട്ടി എന്താ ചെയ്യുക, കുട്ടി പാമ്പിനെ എന്താ ചെയ്യുക, കൊന്നു എന്ന് പറയാം. ഖതല ആ ഫിഇലെടുക്കുക, കാരണം ഒരു കുട്ടിയല്ല ഉള്ളത്, അപ്പോൾ അതിന് യോജിച്ച ഫിഇൽ ഏതാണ്, ഖതലയാണ്. ആൺകുട്ടി ആയതുകൊണ്ട് ഖതലയാണ്. 2 ഡാഷ് അൽ ജന്നത കാത്തിഉ, എന്ന് ചോദിച്ചത് ലാ യദ്ഖുലു. അത് നമുക്ക് പാഠഭാഗത്ത് കാണാൻ കഴിയും, ഹദീസാണ്. ലാ യദ്ഖുലുൽ ജന്നത കാത്തിഉ, കുടുംബബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അതിൻ്റെ അർത്ഥം കൂടെ പഠിക്കണം കേട്ടോ, ചിലപ്പോൾ അർത്ഥം വരും. ഇനി അടുത്തത് ഡാഷ് അള്ളാഹു യൗമുൽ ഖിയാമത്തി ഇലാ മൻ ജറ ഇസാറഹു ബത്തറൻ. ഇത് 5ാം ക്ലാസ്സിൽ വരെ ഉണ്ടായതാണ്, അഖ്ലാഖിൽ വസ്ത്രം ധരിക്കുന്ന കാര്യത്തിൽ പറഞ്ഞതാണ്. എരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴക്കുന്നവനിലേക്ക് അള്ളാഹു ഖിയാമത്ത് നാളിൽ നോക്കുകയില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. അവിടെ യോജിച്ചത് ലാ യദ്ഖുലു, ലാ യൻദുറു, നോക്കുകയില്ല. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വെക്കുക, അർത്ഥം പഠിക്കണം. ഇനി അടുത്തത് ഡാഷ് അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. അവിടെ ഏതാണ് യോജിച്ചത്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. അവിടെ ലാ യുഅ്മിനു എന്നതാണ് വരിക. 6 ഡാഷ് അൽ ബിന്തു ഇലൽ മദ്റസത്തി. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ഇവിടെ വന്ന ഫാഇൽ ആരാണ്, ബിന്ത്, പെൺകുട്ടിയാണ്. അപ്പോൾ പെൺകുട്ടി ആവുമ്പോൾ ഫിഇലിൽ വ്യത്യാസം വരും, ജാ അ എന്ന് വരില്ല, ജാ അത്ത് എന്നാണ് വരിക. അതുപോലെ തന്നെ ഫിഇൽ ആരാണോ ചെയ്യുന്നത് പെൺകുട്ടിയാണെങ്കിൽ അവിടെ ഫിഇലിൽ വ്യത്യാസം വരും, ആൺകുട്ടിയാവുമ്പോൾ വ്യത്യാസം വരും. പുരുഷനാണെങ്കിൽ ഇപ്പോൾ ജാ അ ജാബിറുൻ എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ ഇവിടെ ജാ അത്തിൽ ബിന്തു, പെൺകുട്ടി വന്നു. ഈ പുരുഷനാണെങ്കിലോ ജാ അൽ വലതു, ആൺകുട്ടി വന്നു. അപ്പോൾ വ്യത്യാസം ഉണ്ടാവും. എവിടെയൊക്കെ വന്നത്, മദ്രസയിലേക്ക്, പെൺകുട്ടി മദ്രസയിലേക്ക് വന്നു. അടുത്തത് ഡാഷ് അത്തുല്ലാബു കലാമൽ ഉസ്താദി. അത് നമ്മൾ പാഠഭാഗത്തുണ്ട് പൂരിപ്പിക്കാനുള്ളതിൽ, ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനുള്ളതിൽ.
മാ ഫഹിമ മനസ്സിലായിട്ടില്ല. മാ ഫഹിമ തുല്ലാബു കലാമൽ ഉസ്താദി ഉസ്താദിൻ്റെ സംസാരം വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടില്ല. അടുത്തത് ഡാഷ് ഫിസ് സഫീനത്തി ചോദിച്ചത് മാ റക്കിബ്തു ഫിസ് സഫീനത്തി ഞാൻ കപ്പലിൽ കയറിയിട്ടില്ല. ഇതിൻ്റെയൊക്കെ അർത്ഥം പഠിക്കണം. ചിലപ്പോൾ അർത്ഥം എഴുതാൻ വരും, അതല്ലെങ്കിൽ അറബിയാക്കാൻ വരും. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ മോഡൽ ചോദ്യങ്ങളൊക്കെ അവസാനിച്ചു. അതുപോലെ ഇതുപോലുള്ള മറ്റു വീഡിയോകൾക്ക് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ അവിടെ പാദവാർഷിക പരീക്ഷ 6 എന്ന് എഴുതിയിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം ചോദ്യപേപ്പർ അവിടെ ലഭിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.